ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിന്നെ വിളിച്ചപ്പോൾ നീ അടിമയായിരുന്നോ? സാരമില്ല, സ്വതന്ത്രനാകാൻ സാധ്യതയുണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്തിക്കൊള്ളുക. കുറുന്തോസർക്കെഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായം 21-ാം വാക്യം. നമ്മളുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ അടിമത്തങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോകുക. ലോകത്തിൻ്റെതായ സ്വഭാവ വിശേഷങ്ങൾ, അഹങ്കാരമാകാം, അസൂയയാകാം, കോപമാകാം, വിദ്വേഷമാകാം, വെറുപ്പാകാം, ജഡികാസക്തിയാകാം, അങ്ങനെ പല സുഖഭോഗങ്ങളാകാം നമ്മളെ അടിമത്തത്തിലേക്കാണ് നയിക്കുന്നത്. ഈ അടിമത്തത്തിൽ നിന്ന് ഉയർന്നു വരാൻ ദൈവം ആഗ്രഹിക്കുന്നത് അവിടുത്തോടുള്ള വിശ്വസ്തതയും വചനത്തോടുള്ള വിധേയത്വത്തിലൂടെയുമാണ്. വചനം നമ്മളെ ആനന്ദത്തിലേക്ക് കൊണ്ടുപോകും. ആനന്ദത്തിന്റെ അടിമത്തത്തിലേക്ക് നമ്മളെ നയിക്കും. എപ്പോഴും സന്തോഷമായിരിക്കും, സമാധാനമായിരിക്കും. ഈ നോമ്പ് കാലഘട്ടം നമുക്ക് അതിനായിട്ട് പ്രയോജനപ്പെടുത്താം. അവിടുത്തെ വചനത്തെ സ്നേഹിക്കാനും വചനത്തിന്റെ മുമ്പിൽ അടയിരിക്കാനും അതിനുവേണ്ടി അടിമയാകാനും സാധിച്ചു കഴിഞ്ഞാൽ ഹൃദയത്തിൽ ആനന്ദവും സന്തോഷവും നമ്മളിൽ ഉളവാക്കപ്പെടും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.